ഹേതവേ ജഗതാമേവ സംസാരാർണവസേതവേ പ്രഭവേ സർവവിദ്യാനാം ശംഭവേ ഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ദർശനമാലയിലെ 8ാമത്തെ ശ്ലോകമാണ് നാം മനനത്തിന് വിധേയമാക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തില് 7ാം ശ്ലോകത്തില് ആത്മവിദ്യയ്ക്ക് സങ്കോചമുണ്ടാകുമ്പോൾ അജ്ഞാനമുണ്ടായി, അത് നിരവധിയായ നാമരൂപങ്ങളായി വേർതിരിഞ്ഞ് പ്രകടമായി പിശാചിനെ പോലെ നമ്മെ സദാ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനാൽ അജ്ഞാനത്തെ നീക്കി ചൈതന്യത്തെ അറിയണം, പരമ്പൊരുളിനെ അറിയണം. അപ്പോൾ ഭയം ഇല്ലാതെയാകും എന്ന് ചിന്ത ചെയ്തു. ഇനി 8ാം ശ്ലോകത്തിലെ ബാഹ്യദൃഷ്ടിയിൽ പ്രപഞ്ചത്തിന്റെ ഒരു പിശാച നഗര തുല്യത്വം ഈ പ്രപഞ്ചത്തിന് വെളിപ്പെടുത്തുകയാണ്. 8ാം ശ്ലോകം ഇങ്ങനെ: ഭയങ്കരമിതം ശൂന്യം വേതാളനഗരം യഥാ തഥൈവ വിശ്വമഖിലം വ്യഗരോദദ്ഭുതം വിഭുഃ. ഇതിന്റെ പദച്ഛേദം, ഇതിന്റെ പദാനുപദാർത്ഥം, ഇതിലേക്കൊക്കെ നമുക്ക് കടക്കാം. തീർച്ചയായും ജ്ഞാനവല്ലരി ആലപിക്കുമ്പോൾ ഭക്തിയോടെ അതിൻ്റെ ഉച്ചാരണവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ചൊല്ലി സമർപ്പിക്കുവാനായിട്ട്. നോക്കൂ, ഇതിൻ്റെ പദച്ഛേദം ഭയങ്കരമിതം, 2 പദങ്ങൾ, ഭയങ്കരം പ്ലസ് ഇതം, ഭയങ്കരം പ്ലസ് ഇതം, ശൂന്യം വേതാളനഗരം യഥാ തഥൈവ, അവിടെ പിരിക്കണം, തഥാ പ്ലസ് ഏവ, 2 പദങ്ങൾ ചേരുമ്പോഴാണ് തഥൈവ. വിശ്വമഖിലം, അവിടെയും 2 പദം, വിശ്വം പ്ലസ് അഖിലം, വിശ്വമഖിലം. അടുത്തത് വ്യഗരോദ് അദ്ഭുതം, വ്യഗരോദ് പ്ലസ് അദ്ഭുതം, വ്യഗരോദ് പ്ലസ് അദ്ഭുതം, വ്യഗരോദ് അദ്ഭുതം എന്ന് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ പദാനുപദ അർത്ഥത്തിലേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുമിച്ചുള്ള ആശയത്തിലേക്കും നമുക്ക് പോകാം. ഇവിടെ വിഭുഹു എന്നാൽ ഈശ്വരൻ എന്നുള്ള അർത്ഥം. ഇതം അഖിലം വിശ്വം, ഇതിന്റെ ഗദ്യരൂപത്തിലൂടെയാണ് ഇതിന്റെ പദാനുപദ അർത്ഥം പറയുന്നത്. വിഭുഹു ഈശ്വരൻ, ഇതം അഖിലം വിശ്വം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെട്ട അഖിലം വിശ്വം, സമസ്ത ലോകവും, വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, സമസ്ത ലോകവും ഭയങ്കരം, ഭയം കരോതി ഇതി ഭയങ്കരഃ, ഭയത്തെ ഉണ്ടാക്കുന്നത്, ഭയം ജനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശൂന്യം, ശൂന്യവുമാണ്. വേതാള നഗരം യഥാ, അതായത് ശൂന്യമായ വേതാള നഗരം എപ്രകാരമാണോ അപ്രകാരം, യഥാ എന്ന് വെച്ചാൽ എപ്രകാരമാണോ, ഒരു പിശാചിന്റെ നഗരം എപ്രകാരമാണോ, എങ്ങനെയാണോ, തഥാ ഏവ, യഥാ തഥാ, എപ്രകാരമാണോ അപ്രകാരം, തഥാ ഏവ, അതുപോലെ തന്നെ. പിശാചിന്റെ നഗരം എപ്രകാരമാണോ അപ്രകാരമാണ് ഭയങ്കരവും ശൂന്യവും ഭയം ജനിപ്പിക്കുന്നതുമായ ഈ പ്രപഞ്ചം. ഇത് പറയണം, അദ്ഭുതം, ആശ്ചര്യകരമാം വണ്ണം ഇതിനെ വ്യഗരോദ്, വേർതിരിച്ചു. ഈശ്വരൻ ഈ കാണപ്പെട്ട സമസ്ത ലോകവും ഭയങ്കരവും ശൂന്യവുമായ പിശാച നഗരം എങ്ങനെയോ അങ്ങനെ ആശ്ചര്യകരമാം വണ്ണം വേർതിരിച്ചു എന്ന് ശ്ലോകത്തിന്റെ സാരാംശം. നമുക്ക് ഈ കൃതിയുടെ കുറച്ച് വിശദമായ പഠനത്തിലേക്ക് കടക്കുമ്പോൾ ആരാണ് ഈ ദൃശ്യപ്രപഞ്ചത്തെ ഇപ്രകാരം വേർതിരിച്ചത്? അതിനുത്തരമാണ് വിഭുവാണ്. എന്താണ് വിഭു എന്ന പദത്തിന് അർത്ഥം? ഈശ്വരൻ. ഈ പദം പ്രയോഗിക്കാൻ കാരണം
ഈ വിഭു എന്ന പദത്തിന്റെ അർത്ഥം ആക്കുന്നത് ഈശ്വരൻ സർവവ്യാപിയാണെന്നും സർവശക്തനാണെന്നും അനാദിയാണെന്നും സൂചിപ്പിക്കുന്നു വിഭു എന്ന പദം. അങ്ങനെയുള്ള ഈശ്വരൻ തന്നെയാണ്, അതായത് ആ ഈശ്വരൻ തന്നെ വിസ്താരമാക്കി തീർത്തതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഓരോ ജീവിയും തന്നിൽ നിറഞ്ഞിരിക്കുന്ന പൊരുളായി ഈശ്വരസത്തയെ കാണണം. അങ്ങനെ കാണാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നാം പറഞ്ഞു. ആത്മവിദ്യയ്ക്ക് സങ്കോചമുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും കടന്നു വരുന്നു എന്ത്? അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ കടന്നു വരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നാം പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞു അജ്ഞാനാവസ്ഥ എത്രയോ ദയനീയമാണ്, എന്തൊരു ഭയം ജനിപ്പിക്കുന്നതാണ് ഈ ജീവിതം എന്ന് ചിന്തിച്ചു നോക്കൂ. മാസങ്ങളേറെയായി ഭയം വിട്ടുമാറിയിട്ടില്ല നമ്മെ. മഹാമാരിയുടെ ഭയം അനുദിനം കൂടി വർദ്ധിച്ച് മനുഷ്യജീവിതമാകെ തളർത്തിക്കൊണ്ടുവരികയാണ്. ഭഗവാൻ അനുവദിച്ചു തന്ന പ്രാണവായു പോലും തടസ്സം കൂടാതെ ശ്വസിക്കാനാവുന്നില്ല. വല്ലാത്തൊരു മാറ്റം, തീർത്തും പിശാച നഗരം തന്നെ. മനുഷ്യനെ കാണുമ്പോൾ പോലും സ്പർശിക്കാൻ പറ്റാത്ത, അടുത്തു വരാൻ പറ്റാത്ത ഒരു ജീവിയായി കണ്ടുകൊണ്ട് ഒരു പിശാചിനി എന്ന പോലെ അകന്നു മാറുന്ന അവസ്ഥ. ഈ ലോകത്തിലുള്ളവർക്ക് മാത്രമല്ല ഈ വിധം വ്യാമോഹവും ദുഃഖവും ഉള്ളതെന്നും ദൃശ്യാദൃശ്യങ്ങളിലുള്ള സർവ്വ ജീവരാശിക്കും ഈ ഭയങ്കരത നിയമേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ പറയണം, ഇതം അഖിലം വിശ്വം. ഈ പ്രപഞ്ചത്തെ, ഈ മുഴുവൻ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അപ്രകാരമുള്ള അദ്ഭുത ശക്തിയോടുകൂടി തന്നെയാണ്. അതായത് എന്തും ചെയ്യുവാൻ ശക്തിയുള്ള ഈശ്വരൻ. ആ ശക്തിയാൽ ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തെ ഉള്ളതുപോലെ ആശ്ചര്യകരമായ വിധത്തിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. ആശ്ചര്യം തന്നെ. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഭഗവത്ഗീത വേദാന്തത്തിന്റെ ഒരു വ്യാഖ്യാനം തരുന്നുണ്ട്, വിസ്താരമാണ് എന്ന്. അപ്പൊ ഭഗവത്ഗീത തന്നെ പറയുന്നത് നോക്കൂ. ഭഗവത്ഗീതയും കൂടിയൊക്കെ കിട്ടുമ്പോൾ വെച്ച് പഠിക്കുക, വളരെ നല്ലതാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവത് ചൈനമന്യം ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ചിലരിതിനെ കശ്ചിത്, ചിലരിതിനെ ആശ്ചര്യവത് പശ്യതി, ആശ്ചര്യത്തോടെ കാണുന്നു. ആശ്ചര്യവത് വദതി, ചിലരിതിനെ ആശ്ചര്യത്തോടുകൂടെ പറയുന്നു. ആശ്ചര്യവത് ച ഏനം അന്യം ശൃണോതി, ശൃണോതി കേൾക്കുന്നു. ചിലരിതിനെ ആശ്ചര്യത്തോടു കൂടി ഈ പ്രപഞ്ചത്തിലെ വസ്തുവിനെ കേൾക്കുന്നു. പക്ഷേ കണ്ടാലും കേട്ടാലും പറഞ്ഞാലും ചിലർക്ക് ആത്മാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അറിഞ്ഞവർക്കേ സഫലം, ജന്മം സഫലം, അല്ലാതെ എന്തു പറയണ്ടു. ഇതറിയാൻ സാധ്യമാകാത്തവർക്കോ, ആ സാധ്യത കിട്ടാത്തവര്, അനുഭവം അവസരങ്ങൾ തെളിഞ്ഞു വരാത്തവരോട് ഗുരു പറയുകയാണ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അല്ലേ. ഇതിൽ കിടന്നു കേണുവാണു നാൾ കഴിഞ്ഞിടുന്നു, എനിക്കിതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം അല്ലേ. സദാശിവ ദർശനത്തിലെ ഗുരു നമ്മള് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നോക്കൂ, സൃഷ്ടികർത്താവിനെ കാണാനില്ല, തുടക്കമില്ല ഒടുക്കവുമില്ല. തീർത്തും ആശ്ചര്യമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ കാരണം അറിയാതെ ആശ്ചര്യത്തോടെ നോക്കുന്നു ഏവരും. ശാസ്ത്രലോകം പോലും അവ്യക്തതയിലാണ്. ഒരവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോവാൻ ശാസ്ത്രലോകത്തിന് പറ്റുന്നില്ല. കാരണം പരമസത്യത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ സാധ്യമല്ല. ആ അന്വേഷണം മുഴുവനാക്കണമെങ്കിൽ ഋഷീശ്വരന്മാരുടെ ആ തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും ആ മുനികളുടെ അടുത്ത് തന്നെ എത്തേണ്ടിയിരിക്കുന്നു. ഒരു സംശയമില്ല. സത്യം കണ്ടെത്തിയവരുടെ വാക്കുകൾ മനനം ചെയ്യണം ഈ അവ്യക്താവസ്ഥ മാറാൻ.
കാരണമറിയാത്ത ഭയം ജനിപ്പിക്കുന്ന ഈ പ്രപഞ്ചം ഓരോ മനുഷ്യരും നാം ചുറ്റും കാണുന്നതാണ്. ഉടൽ വീഴുന്നത് വരെ കർമ്മം ചെയ്ത് മരിച്ചു വീഴുന്നു. എന്തിന് ജീവിച്ചു അറിയില്ല, ചിന്തിച്ചു നോക്കുന്നു പോലുമില്ല. എന്തിനായിരുന്നു ഇത്രയും നാൾ വിശ്രമമില്ലാതെ ഓടിയത്? തിരക്ക്. ഒരു 5 മിനിറ്റ് ഈ ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ക്ഷമയോടെ ഇരുന്ന് കേൾക്കാനുള്ള സമയം പോലും നമുക്ക് മാറ്റിവെക്കാൻ ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. എന്തിനാണ് ഓട്ടം അറിയില്ല. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ നാം ഇനിയിപ്പോൾ പ്രസന്റ് ലൈഫിൽ സന്തോഷവാനാണെങ്കിലോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വിടും നമ്മുടെ മനസ്സിൽ. അവിടെയും നിങ്ങൾക്ക് ആശങ്കകൾക്ക് വകയില്ലെങ്കിലോ ഭൂതകാലത്തെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കും. എന്തൊരു ദുഃഖമാണിത്. അതുകൊണ്ട് യഥാർത്ഥ വസ്തുവിനെ അറിഞ്ഞ് ആശ്ചര്യപ്പെടാതെ നിസ്സംഗരായിരിക്കുക. ശങ്കര ഭഗവത്പാദർ പറഞ്ഞു തരുന്നു, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്തിനോടാണ് സംഘമെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു, സത്തിനോടാണ് സംഘമെങ്കിൽ, ബ്രഹ്മത്തോടാണ് സംഘമെങ്കിൽ നമുക്ക് നിസ്സംഗം വരും. എന്തിനോട്? പ്രപഞ്ചത്തോട് നിസ്സംഗം വരും. ഈ നിസ്സംഗത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? നിർമോഹത്വം ഉണ്ടാവും. കാമക്രോധ ലോഭ മോഹമത മാത്സര്യാദികളെല്ലാം പോകും. ആരും നമ്മെക്കുറിച്ച് മോശമായൊന്നും പറയുന്നും ചിന്തിക്കുന്നും പ്രവർത്തിക്കുന്നുമില്ല. നമുക്കാരും ദോഷവും ചെയ്യുന്നില്ല. പക്ഷെ ഈ മോഹവും ക്രോധവും ലോഭവും ഒക്കെ നമ്മുടെ തന്നെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് നമുക്ക് അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നിർമോഹത്വേ നിശ്ചല തത്വം. ഈ നിർമോഹം ഉണ്ടാകുമ്പോൾ നിശ്ചലമായ തത്വം അറിയാൻ സാധിക്കുന്നു. ബ്രഹ്മം നിശ്ചലമായ സത്യമാണ്, അതിന് സ്പന്ദനമില്ല. അതിനെ നാം അറിയണം. നിശ്ചല തത്വം അറിയുമ്പോൾ, ബ്രഹ്മത്തെ അറിയുമ്പോൾ ഈ ജീവൻ അങ്ങ് മുക്തമാകുന്നു. അപ്പോൾ അതിലേക്കുള്ള പ്രയത്നങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അധ്യാരോപ ദർശനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശൂന്യതയിൽ പ്രതിഭാസിക്കുന്ന പിശാചെന്ന പോലെയാണ് പുറമേ നോക്കുന്നവർക്ക് പ്രപഞ്ചം പ്രതിഭാസിക്കുന്നത് എന്ന് ഗുരു പറഞ്ഞു തരികയാണ്. ഭയങ്കരം ശൂന്യം വേതാള നഗരം യഥാ എന്ന്. വേതാളം എന്നതിന് പിശാചെന്നോ ഭൂതാവിഷ്ടമായ ശരീരം എന്നൊക്കെ അർത്ഥം പറയാം. കാരണം അന്തസ്സാരവിഹീനമാണത്, ഉൾക്കാമ്പില്ലാത്തതും ഭീകരവുമാണത്. ആത്മവിദ്യ നന്നേ കുറഞ്ഞത് കാരണം ലൗകികർക്ക് ഈ കാഴ്ചയിൽ അത്യന്തം ഭയം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അല്പകാലത്തു മാത്രം കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾക്ക് എന്തെങ്കിലും സമാധാനമുണ്ടോ? ഇല്ല. എല്ലാം പരസ്പരം ബന്ധിതമായിരിക്കുന്നു. സദാ ക്ലേശിക്കുകയുമാണ് എല്ലാവരും. പുറമെ നോക്കി ജീവിത സത്യം തിരയുന്നവര് എപ്പോഴും അമ്പരപ്പിൽ തന്നെയാണ്. അന്തർമുഖമായിട്ട് സത്യം കണ്ടെത്തിയിട്ടുള്ള ഗുരുവിനെ പോലുള്ള സത്യദർശികൾക്ക് മാത്രമേ അമ്പരപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളൂ. ആ അമ്പരപ്പ് അവസാനിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ ഇവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോധത്തിന്റെ വെറും പ്രകടനം മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് ഗുരു അനുഭവിച്ചു. ഈ കാണുന്ന സമസ്ത പ്രപഞ്ചവും പിശാചനഗരം പോലെ ദുഃഖപൂർണമാണത്. ആശ്ചര്യം തന്നെയാണ് ഈ പ്രപഞ്ചം. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ ശരിയായി അറിയാത്തവർക്ക് പ്രപഞ്ചമെന്നും അമ്പരപ്പും ഭയവും ആശങ്കയും ഒക്കെ ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഗുരു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മോട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പിശാചിന്റെ മുഖം മൂടിയിട്ടുകൊണ്ട് ഒരു കുഞ്ഞിന്റെ മുൻപിലേക്ക് ഒരാൾ വന്നാൽ ആ കുഞ്ഞ് വല്ലാതെ ഭയന്നുകൊണ്ട് നിലവിളിക്കും. ഇനി അതേ രൂപം തന്നെ അറിവുള്ള ഒരു മുതിർന്ന ആളുടെ മുൻപിലാണ് എത്തുന്നതെങ്കിലോ കൗതുകത്തോടെ കണ്ട രസിച്ചു നിൽക്കും. കാരണം എന്താണ്? അത് വെറും പ്രകടനമാണെന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് ആ പ്രകടനത്തിൽ രസിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ പ്രകടനത്തെ തിരിച്ചറിഞ്ഞ് ഉജ്ജ്വലനായി ഈ പ്രകടനമെല്ലാം വളരെ നന്നായി അനുഭവിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി
മഹാഗുരു ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാമീ ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ എന്ന് അനുഭവിച്ചു. 1000 സൂര്യൻ ഒരുമിച്ചുദിച്ചുയർന്ന പോലെയുള്ള പ്രകാശം ആത്മസ്വരൂപം അനുഭവിച്ച് ആത്മസ്വരൂപമായി മാറിയ മഹാഗുരു പറയുകയാണ്, നിലമുടും നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകവും ഉയർന്ന് അറിവായി മാറിടുന്നു. ഓ, എത്ര വലിയ തത്വഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നോക്കൂ. നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യ, അതായത് പഞ്ചഭൂതങ്ങളാണ് നീരും കാറ്റും തീയും വെളിയും. അവസാനം അഹങ്കൃതി വിദ്യയും മനസ്സും, അഹങ്കാരവും മനസ്സും എല്ലാം, അതുപോലെ അലകളും, സമുദ്രത്തിലെ അലകളും ആഴി സമുദ്രവും എന്നുവേണ്ട എല്ലാ ഉലകവും അറിവായി മാറിടുന്നു. നാം ശരീരമല്ല അറിവാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ഗുരു നമ്മോട് പറഞ്ഞു തരികയാണ്, ദിനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ലോകരോട് ജ്ഞാനം ഉപദേശിക്കുകയാണ് ഗുരു. സർവശക്തമായ പ്രകാശസ്വരൂപമായ ഈശ്വരസ്വരൂപത്തെ അന്തർമുഖമായി സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗുരുവിനെ പോലുള്ള ഋഷിമാരുടെ പ്രപഞ്ച ദർശനവും ഇതുപോലെയാണ്. കോലാഹലങ്ങൾ കാണുമ്പോൾ മോഹസ്ഥിരനായി സ്ഥിരമായ മോദത്തോടെ ഇരിക്കുവാൻ ഗുരുവിന് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. ഈ പ്രപഞ്ച ലീലയില് ഒട്ടും ആശ്ചര്യപ്പെടാതിരിക്കാൻ കഴിയുന്നു സത്യദർശികൾക്ക്. കാരണം ഈ ലീലയാടുക എന്നുള്ളത് സത്യവസ്തുവിന്റെ ഒരു സ്വഭാവമാണ്. ഒരു നടൻ വേഷം കിട്ടുമ്പോഴോ വേഷം അഴിച്ചു മാറ്റുമ്പോഴോ ആർക്കും ഒന്നും നഷ്ടപ്പെടാതിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ച ലീലയിലും ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ അറിയേണ്ടത്, ശരിയായ വസ്തുബോധമില്ലാത്തവർക്ക് ഇതൊരു പിശാച നഗരം പോലെ ആശ്ചര്യവും ഭയവും അമ്പരപ്പും ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഈ സൃഷ്ടി രഹസ്യത്തെയാണ് ഗുരു നമുക്ക് ഭയങ്കരവും ശൂന്യവുമായ വേതാള നഗരം പോലെ വേർതിരിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു തന്നത്. വ്യകരോത് അദ്ഭുതം വിഭു, അല്ലെ? അദ്ഭുതം വ്യകരോത്, വ്യകരോത് വേർതിരിച്ചു. എങ്ങനെയാണ്? അദ്ഭുതമായിട്ട്, ആശ്ചര്യകരമാവണ്ണം. എന്തിൽ നിന്നാണ് വേർതിരിച്ച് കാണിച്ചത്? ഭഗവാനിൽ നിന്ന്, ബോധത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ നാം അറിയേണ്ടത്, ബോധത്തിന് മാറ്റം വന്നിട്ടില്ല. അത് സർവവ്യാപിയും സർവശക്തനും നിത്യനും അജനും ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്തതും ഉണ്ടാകാത്തതും ഇല്ലാതാകാത്തതും ഒക്കെയാണ്. സദാ ഉണ്ട് ഉണ്ട് എന്നറിയുന്ന സത്യമാണത് എന്ന് ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് വേണം ഇത് പഠിക്കാൻ. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിവർത്ത ഭ്രമമാണ്. വിവർത്തമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് വസ്തുവിന് ചലനമുണ്ടാകാതെ ഇരിക്കെ പുതിയ വസ്തുവിനെ കാണിച്ചു തരുന്നത്, തെറ്റായി കാണിച്ചു തരുന്നത്, അല്ലെ? ഇത് വിവർത്ത ഭ്രമമാണ്. കയറിൽ പാമ്പിനെ കാണിക്കുന്നത് പോലെ. കയറെന്ന സത്യം അവിടെ നിശ്ചലമായിരിക്കുകയാണ്. അതിനെ മറച്ചു കളയുന്നു പാമ്പ്, അല്ലെ? അപ്പൊ ശരിയായ ജ്ഞാനം വന്നപ്പോൾ നമുക്ക് പാമ്പ് മാറി കയറ് വന്നു. അത് തെറ്റായി കാണിച്ചു തരുന്നതിനെയാണ്, ശരിയായ സദ്വസ്തുവിനെ മറച്ചുകൊണ്ട് ഉള്ള വസ്തുവിനെ തെറ്റായി കാണിച്ചു തരുന്ന ഭ്രമത്തിലാണ് നാം ഇപ്പൊ സഞ്ചരിക്കുന്നത്. ഇനി ഇത് വിവർത്ത ഭ്രമമായി ഇത് കാണുന്നത് ആരാണെന്ന് പറയാണ്? സത്യം അറിയാത്തവരാണ്. സത്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാ? മനസ്സ് ചലിക്കാതിരിക്കണം, അസ്പന്ദമാകണം, നിന്നിൽ അസ്പന്ദമാകണം, സ്പന്ദിക്കാതിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അതായത് എല്ലാ പൊരുളുകളും ഒടുങ്ങുമ്പോൾ അവയുടെ കാഴ്ചക്കാരനായി അഥവാ ദൃക്കായി നിന്ന പോലെ വസ്തു തെളിഞ്ഞു വരും. ഒടുവില് അല്ലയോ ഭഗവാനെ, അങ്ങയെ സർവസാക്ഷിയായി വിളങ്ങുന്ന അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകാഗ്ര ചിത്തവും
ചലനം വെടിഞ്ഞ് അങ്ങയിൽ ഏകീഭവിക്കുമാറാകണമെന്ന ദൈവദശകത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. നാം മനസ്സിലാക്കേണ്ടത് അധ്യാരോപദർശനത്തിൽ ഇല്ലാത്തതിനെ ഓരോന്നോരോന്നായി നമുക്ക് കാണിച്ചു തന്നിട്ട് ഉദാഹരണങ്ങളുടെ ഗുരു കാണിച്ചു തരികയാണ്. അടുത്ത അപവാദ ദർശനത്തിൽ ഇതൊക്കെ മറനീക്കി നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൂടെ കടന്നുപോയപ്പോൾ പഠിച്ച ബേസിക് തത്വങ്ങള്, വേദാന്ത തത്വങ്ങള് ഒന്നുകൂടി റിവിഷൻ ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. വേദാന്തം പഠിക്കാനുള്ള അവസരം കൈവന്നു നമുക്ക്. അതുകൊണ്ട് ശ്രദ്ധയുള്ള വിദ്യാർത്ഥിയാവണം. എന്നാലേ ഇത് മറ്റൊരാൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാനാവുകയുള്ളൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണല്ലോ ഭഗവത്ഗീത പറയുന്നത്. ഇനി വേദാന്ത ശാസ്ത്ര പ്രകാരം മായയുണ്ടാക്കുന്ന ആദ്യത്തെ കാഴ്ച മുതൽ ഇങ്ങോട്ട് എല്ലാം ജഡമാണെന്നറിയണം. ആദ്യം മായ ചെയ്യുന്നത് ബ്രഹ്മത്തെ മറയ്ക്കുന്ന ഒരാവരണം ഉണ്ടാക്കിക്കൊണ്ട് പ്രകടമാവുന്നു. അതിനെ അവ്യക്തം എന്നു പഠിച്ചതാണ് നാം. അതായത് എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും വാസനാരൂപത്തിൽ ലയിച്ചു കിടന്ന ഇടമാണ് അവ്യക്തം. കാരണം നമ്മൾ എല്ലാം സ്വപ്നതുല്യം, അവ്യക്താവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്ന അതുകൊണ്ടാണ്. ഈ അവ്യക്തത്തിൽ നിന്നും ആദ്യമായി ഉണ്ടാകുന്ന ജഡദർശനമാണ് മുഖ്യപ്രാണൻ. ഇതിനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കും, മഹത്തത്വം എന്ന് വിളിക്കും, സത്വബുദ്ധി എന്നൊക്കെ നമ്മൾ പേര് ചൊല്ലി വിളിക്കാറുണ്ട്. ഇതെല്ലാം പറഞ്ഞു പോയതാണ്. പ്രാണനിൽ നിന്നും ഞാൻ എന്ന ഭാവം ഉണ്ടാവുന്നു, അല്ലെ? യസ്യാം ആത്മകലാം സ്ഫുരത്യഹമിതി പ്രത്യന്തരംഗം ജനൈ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഈ പ്രാണനിൽ നിന്നും ഞാൻ എന്ന ഭാവം അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാവുന്നു. അഹങ്കാരം എന്ത് ചെയ്യുന്നു? സങ്കല്പങ്ങളും വികല്പങ്ങളും വികാരങ്ങളും ഒക്കെ തന്നോട് കൂട്ടിച്ചേർക്കുന്ന, അതോടെ അന്ധകരണം അഥവാ മനസ്സ് രൂപം കൊള്ളുന്നു. മനസ്സിന്റെ സങ്കല്പശക്തി കട്ടുകൂടുന്നതോടെ ബാഹ്യദേഹം രൂപം കൊള്ളുന്നു. സൂര്യചന്ദ്രാദി ഭൂമി തുടങ്ങി പരമാണു വരെയുള്ള ചെറുതും വലുതുമായ ഉത്പത്തിക്രമം ഇതുതന്നെയാണ്. ഇത്രയും പറഞ്ഞത് ഈ പരിണാമഘട്ടങ്ങളിലൊന്നും ബോധവസ്തുവിന് ഒരു ചലനവും സംഭവിക്കുന്നില്ല എന്ന് പറയുവാനാണ്. മറച്ചു കളയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. മായയുടെ പരിണാമഘട്ടങ്ങൾ ഒഴിച്ചു മാറ്റിയാൽ ശുദ്ധബോധം അമൃത വസ്തുവായി ബാക്കി നിൽക്കും. ഇനി ഏതെങ്കിലും പരിണാമഘട്ടം മായയ്ക്ക് ബാക്കിയുള്ളിടത്തോളം ബന്ധവും ജന്മമരണങ്ങളും സംസാരവും എല്ലാം തുടരും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞത് ഒന്ന് ഉറപ്പിച്ചു എന്നേ ഉള്ളൂ. ആവർത്തനം നമ്മുടെ ചൈതന്യത്തെ ഉറപ്പിക്കുവാൻ പര്യാപ്തമാണല്ലോ. അതുകൊണ്ട് വാസന കൂടാതെ സത്യത്തെ അറിഞ്ഞ് വാസന സംസ്കാരം അധികം കൂട്ടരുത്. സത്യത്തോട് കൂടുതൽ അടുത്തു വരണം. എന്നിട്ട് യാത്ര തുടരണം. ഇവിടെ നിർഭയമായി ജീവിക്കണം നാം. എന്തു വന്നുകൊള്ളട്ടെ ധീരനാവണം. ധീരനായി, അല്ലെ? സത്തോമിതി തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി അമർന്നിടേണം എന്ന് ഗുരു പറയാണല്ലോ ആത്മോപദേശ ശതകത്തിലെ. പതറാതെ മുന്നേറണം. മഹാസമുദ്രത്തിൽ നിന്നും വേർവിട്ടുപോയ വെള്ളത്തുള്ളികൾ മാത്രമാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്? ആ മഹാസമുദ്രത്തിലേക്ക് ചെന്ന് ചേരുക. വേറിട്ട വെള്ളത്തുള്ളിയുടെ ലക്ഷ്യം അത് മാത്രമാണ്. അപ്പോൾ ലക്ഷ്യം തെറ്റി സഞ്ചരിക്കാതിരിക്കുക. ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഇനി അധികം ദേഹങ്ങളിലൂടെ നമ്മെ കടത്തിവിടരുത് എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കണം, അല്ലേ? അതുപോലെ തന്നെ പറഞ്ഞു, ഇവിടം ശൂന്യമാണ്, ഭയങ്കരം ശൂന്യം. ഇത് പറയാൻ കാരണം ജീവിതം അജ്ഞാനത്താൽ ഉണ്ടായതിനാൽ അർത്ഥശൂന്യത തന്നെയാണ്. ഈ ശൂന്യതാബോധം മനുഷ്യൻ അജ്ഞത കൊണ്ടുണ്ടാക്കുന്ന ഭാവനാ സൃഷ്ടി തന്നെയാണ്. അവിടെയും നാം ഓർക്കണം, ഭാവന ചെയ്യുന്ന അറിവിന്റെ ഒരു അസ്തിത്വം അവിടെയുണ്ട്. ശൂന്യം എന്ന് പറയുമ്പോഴും ഈ അറിവിന്റെ ആ അസ്തിത്വം തന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ ഭാവനയാണ് അതെല്ലാം എന്നൊക്കെ വെളിപ്പെടുമ്പോൾ ഇതെല്ലാം അത്ഭുതം എന്ന് തന്നെ ഗുരു പറഞ്ഞത് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇവിടെ ശൂന്യത പറയുമ്പോൾ നമുക്കറിയാം, ഗാഠനിദ്രയിൽ
ഒരുവന്റെ എല്ലാ പ്രപഞ്ച അനുഭവവും കൂരിരുട്ടായിട്ട് മാറും. അജ്ഞാനമറ. ഇക്കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. നല്ല ഗാഠനിദ്രയിൽ ഒരു ശൂന്യതയുണ്ട് അവിടെ. ആ കൂരിരുട്ട്, അന്ധകാരം, അതാണ് ബോധവസ്തുവിന്റെ സ്വരൂപാനുഭവത്തെ ആ അനുഭവം തടയുന്ന അജ്ഞത. അതിൽ നിന്ന് ഉണരുമ്പോൾ പ്രപഞ്ചാനുഭവം വീണ്ടും വീണ്ടും പൊന്തി വന്നുകൊണ്ടിരിക്കുന്നു. എന്തിൽ നിന്നാണ് പ്രപഞ്ചാനുഭവം വീണ്ടും പൊന്തി വന്നത്? ആ അജ്ഞാനമറയിൽ നിന്ന്, ആ ശൂന്യതയിൽ നിന്ന്. ഗുരുവിന് പറയാനുള്ള സത്യം ഒന്നു തന്നെയാണ്. അത് പല പേരുകളിലിട്ട കൃതികളിലൂടെ നാം പഠിക്കുന്നു എന്നേ ഉള്ളൂ. ഗുരു നൽകിയിരിക്കുന്ന പേരുകൾ, ആ കൃതിയോട് ബന്ധപ്പെട്ട പേരുകൾ നൽകുമ്പോഴും പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തരികയാണ്. ശൂന്യതയെ പറയുമ്പോഴാണ് അത് പറഞ്ഞത്. ഇത് ഉദാഹരണമായി നമ്മളിവിടെ കോട്ട് ചെയ്യുന്നത് ശൂന്യതയെക്കുറിച്ച് പറയുമ്പോഴാണ്. നോക്കൂ, ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ്, അറിവതു താനഥ നാമരൂപമായും, കരണമുടിന്ദ്രിയ കർത്തൃകർമ്മമായും, വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഉറക്കത്തില് ഇരുളിലിരുന്നു കൊണ്ട് സുഖിക്കുന്ന ബോധവസ്തുവാണ് ആത്മാവ്. അതാണ് ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ്. അത് തന്നെ ഉണരുമ്പോൾ എന്തു പറയും? താനത് നാമരൂപമായും. ഉണരുമ്പോൾ അത് മനസ്സായും ഇന്ദ്രിയങ്ങളായും കർത്താവായും കർമ്മമായും ഒക്കെ പൊന്തി വരുന്നു. പറയാണ്, ഇത് അത്ഭുതം, മഹേന്ദ്രജാലം എന്നല്ലാതെ മറ്റെന്താണ് ഇതിന് പറയുക? ശൂന്യതയിൽ നിന്ന് അഥവാ അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായതിനാൽ ഇതിനെ ശൂന്യമെന്ന് വിളിച്ചിരിക്കുന്നു. പിന്നെ ഗുരു പറയാണ് വേതാള നഗരം, പിശാച നഗരം എന്ന്. ഇവിടെ ഈ വേതാള നഗരത്തിനെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനവാസിഷ്ഠത്തിലെ ഒരു സന്ദർഭം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വേതാളത്തെക്കുറിച്ചുള്ള ഒരു കഥ ജ്ഞാനവാസിഷ്ഠത്തിലുണ്ട്. അതായത് നമുക്കറിയാം, യക്ഷിക്കഥകൾ ഭാരതത്തിൽ പണ്ടേ പ്രചരിച്ചിരുന്നു. ഒരു പൈശാചിക രൂപം എന്ന് മാത്രം അർത്ഥം എടുത്താൽ മതി കേട്ടോ വേതാളത്തിന്. നമുക്ക് കാണുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന ഒന്ന്. പലയിടത്തും വേതാളങ്ങളെ കഥാപാത്രങ്ങളാക്കി പല കഥാകാരന്മാരും സ്വീകരിച്ചിട്ടുണ്ട്. കഥാസരിസാഗരം തുടങ്ങിയ കൃതികളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇനി ജ്ഞാനവാസിഷ്ഠത്തിലെ മോക്ഷമാർഗത്തിലേക്ക് തിരിഞ്ഞ വേതാളം, അതിനെ കഥാസരിസാഗരം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം ജ്ഞാനവാസിഷ്ഠം എന്നാൽ എന്താണ്? രാമായണത്തിലെ വസിഷ്ഠൻ ശ്രീരാമന് പറഞ്ഞു കേൾപ്പിച്ച തത്വമാണ്, മഹത്തത്വമാണല്ലോ ജ്ഞാനവാസിഷ്ഠം, തത്വോപദേശം. അതില് വസിഷ്ഠൻ ഒരു വേതാള കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീരാമനോട്. ഗുരു ഏറെ ഇഷ്ടപ്പെടുന്നു ജ്ഞാനവാസിഷ്ഠം. ഏറെ അധികം കൂടുതൽ വായിച്ചിട്ടുള്ളൊരു കൃതിയാണത്. മഹാസമാധിയോടടുത്ത സന്ദർഭങ്ങളിലെ സമയങ്ങളില് ഭഗവാൻ ഇത് വായിച്ചു കേട്ടു എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു വേതാള കഥ പറയുകയാണ്. നോക്കൂ, വിന്ധ്യാപർവ്വതത്തില് ഭയങ്കരമായൊരു വേതാളമുണ്ടായിരുന്നു. ഭക്ഷണം തേടി അവൻ വനം വിട്ട പരിസര പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചിരുന്നു. ഈ വേതാളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വിശന്നിരിക്കുന്ന അവസ്ഥയിലും നിരപരാധിയായ ഒരുവൻ മുന്നിൽപ്പെട്ടാൽ അകാരണമായി അവൻ നിഗ്രഹിക്കില്ല. അങ്ങനെയുള്ള ആ ഉഗ്രസത്വം ക്രമേണ മറ്റൊരു നഗരത്തെ പ്രാപിച്ച് രാത്രിയിൽ ഗൂഢസഞ്ചാരത്തിനിറങ്ങിയ ആ രാജ്യത്തെ രാജാവിനെ തന്നെ വേതാളം കണ്ടുമുട്ടി. വേതാളം പറയുകയാണ്, നിന്നെ ഞാൻ ആഹാരമാക്കുകയാണ് എന്ന്. രാജാവ് അവഗണിച്ചു അത്. എന്നിട്ട് പറഞ്ഞു, നീ നീതിവിരുദ്ധമായി എന്നെ ഭക്ഷിച്ചാൽ നിന്റെ തല 1000 നുറുങ്ങിപ്പോകും അത്രേ. വേതാളം പറഞ്ഞു, നീതിവിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ അഭീഷ്ടത്തെ രാജാവായി അങ്ങ് നിറവേറ്റേണ്ടതായുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം തരണം, അത് പരിഹരിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് വേതാളം ചോദിക്കുന്ന ചോദ്യം ജ്ഞാനസമ്പത്താണ്. അവിടെ നോക്കൂ, അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, ഏതൊരു സൂര്യന്റെ രശ്മികളാലാണ് ബ്രഹ്മാണ്ട കോടികൾ കൃശാണുക്കളായി ഭവിക്കുന്നത്? കൃശ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് എന്നർത്ഥം.
അപ്പൊ ഏതൊരു സൂര്യരശ്മി എന്ന് പറയുമ്പോൾ സൂര്യൻ അനേകം ഉണ്ടെന്നാൽ അർത്ഥമായില്ലേ അവിടെ? ജ്ഞാനവസിഷ്ഠം പറയുന്നു അല്ലെ, ഏതൊരു സൂര്യന്റെ രശ്മി. അപ്പൊ ഇവിടെ 12 ആദിത്യന്മാരുണ്ട്, 12 ആദിത്യന്മാരുണ്ട് എന്ന് എഴുതി വെക്കണം കേട്ടോ. ദാതാവ്, മിത്രൻ, രുദ്രൻ, വരുണൻ, സൂര്യൻ, അര്യമാവ്, വിവസ്വാൻ, ഭഗൻ, പുഷ്ടാവ്, സവിതാവ്, ത്വഷ്ടാവ്, വിവസ്വാൻ എന്നിങ്ങനെ 12 ആദിത്യന്മാരുണ്ട്. ഈ 12 ആദിത്യന്മാരെയും വേദങ്ങളിൽ വേറെ വേറെ വേഷഭൂഷാദികളിലും കർമ്മങ്ങളിലും ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അതിലൊന്ന് മാത്രമാണ് നാം കാണുന്ന സൂര്യൻ. നമ്മൾ ഈ ജ്ഞാനസാഗരത്തിൽ ഒരു അല്പം പോലും, ഒരു ബിന്ദു പോലും നമുക്ക് ആർജിക്കാനായിട്ട് ഈ മനുഷ്യജന്മത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ അറിവ് ഉണ്ട്. നോക്കൂ, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഏതൊരു മാതരിശ്വാവിൽ മഹാകാശങ്ങളാകുന്ന രേണുക്കൾ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു? വേതാളത്തിന്റെ ചോദ്യമാണ്. ഇത് വിസ്താരത്തിലേക്ക് പോവില്ല, നമ്മുടെ കൃതിയിലേക്ക് നമുക്ക് പോകേണ്ടതുള്ളത് കൊണ്ട്. ഇവിടെ മാതരിശ്വാവ് എന്ന് പറഞ്ഞാൽ പ്രാണരൂപിണിയായ വായു എന്ന് അർത്ഥം എടുത്താൽ മതി. ഏതൊരു മാതരിശ്വാവിലാണ് മഹാകാശങ്ങളാകുന്ന രേണുക്കൾ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, മൂന്നാമത്തെ ചോദ്യം, സ്വപ്നത്തിൽ അനേകം സ്വപ്നാന്തരങ്ങളെ പ്രാപിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്താലും ഭാസുരമായ സ്വരൂപത്തെ ത്യജിക്കാതിരിക്കുന്നത് ആര്? ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഏതിനെങ്കിലും ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിവിലേക്ക് വന്നു കഴിഞ്ഞു. അടുത്ത പറയാണ്, വാഴത്തണ്ട് ഉള്ളിലുള്ളിൽ പോളകളാൽ തന്നെ തന്നെ നിറയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതാണല്ലോ. ആ രൂപത്തിലുള്ളതാണ് വാഴത്തണ്ട്, പോളകളാൽ നിറയപ്പെട്ടത്. പക്ഷെ ഉള്ളകം അവസ്തുവായും ഇരിക്കുന്നു. അതുപോലെ ഏതൊരു സൂക്ഷ്മശക്തിയുടെ വിവർത്തമായിട്ടാണ് ഈ വിശ്വം വിളങ്ങുന്നത്? കണ്ടോ, നമ്മൾ കേട്ട് പരിചയിച്ച വാക്കുകളൊക്കെ വരുന്നുണ്ട്. വലിയ ജ്ഞാനവാസിഷ്ടത്തിൽ പോലും ഇച്ചിരിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ബോധം തെളിയുന്നുണ്ട്. അടുത്ത പറയാണ്, ആകാശം, ബ്രഹ്മാണ്ടങ്ങൾ അണുത്വത്തിൽ വർത്തിക്കുന്ന ഏതൊന്നിന്റെ പരമാണുക്കളാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾ വിസ്തരിക്കുന്നില്ല ഇപ്പോൾ. രാജാവിൻ്റെ ഈനോട് വേതാളം ചോദിച്ച ചോദ്യങ്ങൾ, ഈ രാജാവിൻ്റെ വാക്കുകൾ നല്ല ജ്ഞാനസമ്പന്നമായ ഉത്തരമാണ് രാജാവ് നൽകിയത്. അങ്ങനെ വിവേകിയായി തീർന്ന വേതാളം എന്തു ചെയ്തു? ശാന്തിയെ പ്രാപിച്ചു. ശരീരവും വിശപ്പുമൊക്കെ വിസ്മരിച്ച് നിർവികൽപക സമാധിയിൽ വിലയം പ്രാപിച്ച കഥ പറയുന്നുണ്ട്. അതായത് ആസുര സമ്പന്നന്മാരുടേതായി കൂരിരുട്ടുകൊണ്ട് മൂടിയ പ്രസിദ്ധമായ ഒരു ലോകമുണ്ട്. ആത്മജ്ഞാനമില്ലാത്തവര് ജഡദൃശ്യങ്ങളിൽ മോഹിച്ച് മരണാനന്തരം ആ ലോകങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നു എന്നറിയണം. അതുകൊണ്ട് ജഡസങ്കല്പങ്ങളെ ഒഴിവാക്കി സത്യം മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം, മനുഷ്യജന്മം, എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കരഗതമായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ സത്യമറിഞ്ഞ് സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് എല്ലാവർക്കും പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 8ാം ജ്ഞാനവല്ലരിയുടെ ആ സാരാംശം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. 8ാം ജ്ഞാനവല്ലരിയിൽ ഈശ്വരനാൽ ഈ കാണപ്പെട്ട സമസ്ത ലോകവും ഭയങ്കരവും ശൂന്യവുമായ പിശാച നഗരം എങ്ങനെയോ അങ്ങനെ ആശ്ചര്യകരമാംവിധം വേർതിരിച്ച് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് സത്യമറിഞ്ഞ് നിർഭയതയോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 8ാം ജ്ഞാനവല്ലരി ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.